ഇന്നൊരു കഥകളി നെറ്റിപ്പട്ടം ഉണ്ടാക്കാം. അതിന് കഥകളിയുടെ മോൾഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മോൾഡ് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ നമ്മൾ കാർഡ്ബോർഡ് വെട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഈ കാർഡ്ബോർഡിന് ഇത്തിരി കട്ടി കുറവായതുകൊണ്ട് 2 കാർഡ്ബോർഡ് വെട്ടിയെടുക്കുന്നുണ്ട്. ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി. നല്ല കനം കൂടിയ കാർഡ്ബോർഡാണെങ്കിൽ 1 മതി. അപ്പോൾ അത് ആ ഷേപ്പിൽ വെട്ടിയെടുത്തു. ഇത്തിരി കൂട്ടിയിട്ടാണ് നമ്മൾ വെട്ടിയേക്കുന്നത്. കാരണം കാർഡ്ബോർഡ് ഈ മോൾഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ മുത്തൊട്ടിക്കാൻ ഇച്ചിരി സ്പേസ് വേണം. പിന്നെ ആ കഥകളിക്കൊരു താടി കൊടുക്കാൻ വേണ്ടി നൂല് കൊണ്ട് നമ്മൾ വൂളൻ ത്രെഡ് കൊണ്ട് നമ്മളൊരു ഇങ്ങനെ താടി പോലൊരു ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ബോക്സിൽ നൂലിങ്ങനെ കുറേ ചുറ്റി അതിനെ കെട്ടിയെടുത്തിട്ട് അതവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കും. ആ താടിയുടെ ആ സ്പേസിൽ ഒരേപോലെ വെച്ചൊക്കെ നോക്കിയിട്ട് നമ്മളത് കാർഡ്ബോർഡിൽ താഴ്ഭാഗത്ത് വെച്ച് കറക്റ്റാണോ എന്നൊക്കെ നോക്കി ലെവൽ ചെയ്ത് ഈ 2 കാർഡ്ബോർഡിൻ്റെ ഇടയിലാണിത് വെക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചങ്ങ് ഒട്ടിക്കും. അത് നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ഒരു വെൽവെറ്റ് ക്ലോത്ത്, അത് റെഡോ ബ്ലൂവോ നമുക്കിഷ്ടമുള്ളത് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൂ എടുത്തേക്കുന്നത്, റെഡ് എടുത്താലും മതി. അത് അതിൻ്റെ ആ കാർഡ്ബോർഡിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിക്കും. അതിൻ്റെ പുറത്ത് വേണം നമുക്ക് ഈ മോൾഡ് ഒട്ടിക്കാൻ, എന്നിട്ട് മുത്തുമൊക്കെ ഒട്ടിക്കാൻ. അതിന് വേണ്ടിയാണ്. പിന്നെ ആ മോൾഡിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടെ ആ വെൽവെറ്റ് കാണുമ്പോൾ ഒരു ഭംഗിയാണ്. കാർഡ്ബോർഡ് കണ്ടാൽ നമുക്കൊരു അഭംഗിയല്ലേ. ഇനി ഗോൾഡൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഒട്ടിക്കാം. പക്ഷേ മോൾഡ് ഗോൾഡൻ ആയതുകൊണ്ട് അടിയിൽ ബേസും കൂടെ ഗോൾഡൻ വരുമ്പം ഭയങ്കര ഒരു റിച്ച് നിൽക്കും, ഇങ്ങനെ ഗോൾഡൻ കളർ. അതൊരു സുഖമില്ല കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ വെൽവെറ്റ് എടുത്തത്. അപ്പം നമ്മൾ അതും കൂടെ വെച്ച് അതിൻ്റെ പുറത്ത് ആ മോൾഡും കറക്റ്റ് സ്പേസിൽ വെച്ച് ഒട്ടിച്ചു. ഇനി നമുക്ക് ആ ചുറ്റിനും കാണുന്ന റൗണ്ട് ഷേപ്പിൽ ബ്ലൂ കാണുന്നിടത്ത് നമുക്ക് മുത്ത് വെച്ച് കൊടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഞാനിപ്പം പേളിൻ്റെ ഹാഫ് ബീഡ് വെച്ച് കൊടുത്തു ആദ്യം ഒരു ലെയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോൾഡൻ നമ്മൾ നെറ്റിപ്പട്ടത്തിന് ഒട്ടിക്കുന്ന അത് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ താടിയൊക്കെ നമ്മൾ കറക്റ്റ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു. നേരത്തെ ചുറ്റിയെടുത്തപ്പം പല ലെവലായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇനി ഒരു ത്രെഡ് കൊണ്ടൊരു ഹുക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.